സഭയിൽ കസേരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും ഭരണപ്രതിപക്ഷ പോരാട്ടത്തിന്റെ ചൂടിന് ഒരു കുറവും സംഭവിച്ചില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ സഭാ സമ്മേളനം. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞെങ്കിലും സഭയ്ക്കുള്ളിലെ വാക്പോരുകളുടെ അലയൊലികൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടങ്ങിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ നിന്ന് നേരെ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് എത്തിയ വി.ഡി. സതീശൻ തന്റെ പഴയ പവർഫുൾ പ്രതിരോധ ശൈലി കൈവിട്ടിട്ടില്ലെന്നത് കോൺഗ്രസ് സൈബറാണികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. അപ്പുറത്ത് പുതിയ പ്രതിപക്ഷ നേതാവായി എത്തിയ പിണറായി വിജയനും മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ കൊമ്പ് കോർത്തപ്പോഴൊക്കെ സഭ ശരിക്കും പുകഞ്ഞു. ഈ രാഷ്ട്രീയ ഗൗരവങ്ങൾക്കിടയിലും ട്രോളന്മാർക്ക് ആഘോഷിക്കാനുള്ള വക മുടങ്ങാതെ കൊടുക്കുന്ന കാര്യത്തിൽ സഭ ഒട്ടും പിന്നിലല്ല. അത്തരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സൂപ്പർ ഹിറ്റ് രംഗം സഭയിലുണ്ടായി. സംഭവം നടക്കുന്നത് ഭരണപക്ഷ നിരയിൽ നിന്നുള്ള മന്ത്രി ഷിബു ബേബി ജോണിന്റെ വകയായിരുന്നു. സഭയിൽ ഷിബു ബേബി ജോൺ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ആഞ്ഞടിച്ചപ്പോൾ പ്രതിപക്ഷ നിരയിൽ ഒന്നൊന്നര സീൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഷിബുവിന്റെ വാക്കുകൾ കടുത്തതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തൊട്ടരികിലായിരുന്ന മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന് നിയന്ത്രണം വിട്ടു. ഇരുന്നിടത്തു നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ ബാലഗോപാൽ ഭരണപക്ഷത്തിനു നേരെ രൂക്ഷമായി പ്രതികരിക്കാൻ തുടങ്ങി. ഈ സമയം അത്രയും ഒന്നും മിണ്ടാതെ അതീവ ശാന്തനായിരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രൂക്ഷമായി സംസാരിക്കുന്നതിനിടയിലാണ് ട്രോളന്മാർക്ക് ചാകരയൊരുക്കിയ ആ നിമിഷം സംഭവിക്കുന്നത്. തന്റെ തൊട്ടടുത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരിക്കുന്ന പിണറായി വിജയന്റെ മുഖത്തേക്ക് ബാലഗോപാൽ ഒരു നിമിഷം നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ഇതൊന്നും ഇങ്ങനെ കേട്ടു നിൽക്കാതെ വാ തുറന്ന് വല്ലതും പറ എന്നായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർ ഈ രംഗം വെറുതെ വിട്ടില്ല. ബാലഗോപാൽ നേരെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ മിണ്ടാതെ കേട്ടോണ്ടിരിക്കാതെ വല്ലതും പറയടോ മനുഷ്യ എന്ന് അലറുന്ന രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. സംഭവം നിമിഷങ്ങൾക്കകം വൈറലായി. വൈറൽ എന്ന് വെച്ചാൽ കൊടൂര വൈറൽ. ലക്ഷക്കണക്കിന് വ്യൂസുമായി പുതിയ നിയമസഭയിലെ ഈ സൈലന്റ് ആക്ഷൻ ഹീറോ രംഗം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ തന്നെയാണ്. കസേരകൾ മാറിയാലും നിയമസഭയിലെ നർമ്മ മുഹൂർത്തങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു.